ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട് എവിടെ സ്ഥലമാണ്. ഇത് നമ്മുടെ സ്വന്തം ആലുവ ശിവരാത്രി മണപ്പുറമാണ്. അപ്പോൾ ആലുവ പുഴയാണ് ഈ കാണുന്നത്. ശിവരാത്രി കഴിഞ്ഞിട്ട് ഒരു മാസത്തോളം ഇവിടെ നല്ല ആഘോഷങ്ങളാണ്. അതായത് ഒരുപാട് കടകൾ, തൊട്ടിലാട്ടം, മരണക്കിണർ, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഒക്കെ ആയിട്ട് പകലും രാത്രിയൊക്കെ നല്ല ആഘോഷമാണ്. മെയിനായിട്ട് വൈകുന്നേരം ആകുമ്പോഴായിരിക്കും അവിടെ തിരക്കാവുന്നത്. ഇതിപ്പോൾ പാലത്തിൻ്റെ അവിടെ നിന്നിട്ടുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇപ്പം ഞങ്ങൾ പോയപ്പോൾ ഏകദേശം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. ആ സമയത്ത് വ്യൂ ആണ് ഈ കാണുന്നത്. ഇവിടെ പുഴയുടെ സൈഡിൽ എപ്പോഴും ആൾക്കാരിങ്ങനെ കുളിക്കുകയും കൈയും കാലും നനയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും. എന്തെങ്കിലുമൊക്കെ ആയിട്ട് എപ്പോഴും അവിടെ ആളുണ്ടാവും. അപ്പോൾ ഈ സമയം കൊണ്ട് അങ്ങനെ തിരക്ക് വന്ന് തുടങ്ങിയിട്ടില്ല. ഒരു 7 മണിയൊക്കെ കഴിയാറൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല തിരക്കായിരിക്കും. ഞങ്ങൾ പിന്നെ ലേറ്റായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരത്തെ വന്നപ്പോൾ ഞാനും കണ്ണനും അമ്മയും കൂടിയാണ് വന്നത്. അപ്പോൾ അത് സൈഡിലെ സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. അവിടെയൊക്കെ തിരക്കായി വന്നേ ഉള്ളൂ കേട്ടോ. ഒരു ഇരുട്ടായി കഴിയുമ്പോഴേക്കും ഇവിടെ നല്ല തിരക്കായിരിക്കും. ഇതിപ്പോൾ ആൾക്കാർ വന്ന സമയം ആകണുള്ളൂ. ഇട ദിവസമാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഇട ദിവസം ആയതുകൊണ്ട് ഇച്ചിരി തിരക്ക് കുറവായിരുന്നു. വെയിലൊക്കെ ആയതുകൊണ്ട് മിക്ക സംഭവങ്ങൾ അവർ മൂടി വെച്ചേക്കാണ്. തുറന്നൊക്കെ തുടങ്ങണുള്ളൂ. ഇങ്ങനത്തെ കുറേ കടകളുണ്ട്. പിന്നെ കഴിക്കാനായിട്ടുള്ള സംഭവങ്ങളുള്ളതും ഒരുപാട് കടകളൊക്കെ ഉണ്ട്. ഞങ്ങളിവിടെ വരുമ്പോഴേ ഫുഡ് അടിയാണ് എപ്പോഴും മെയിൻ പരിപാടി. ഇപ്പോൾ വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. ലക്ഷ്യം അന്നം തന്നെ ഉന്നം. അപ്പോൾ അതെ, അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഒരു വലിയൊരു പ്രതിമയുണ്ട്. ആൾക്കാർ അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്താണ് മരണക്കിണർ സംഭവങ്ങൾ. അതിനകത്തോട്ട് ഇതാ കാണുന്നതാണ് മരണക്കിണർ. പക്ഷേ ഞങ്ങളതിൽ കയറിയില്ല കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം നടന്നു കഴിഞ്ഞ് വീണ്ടും ഫുഡ് അടി തുടങ്ങി. അപ്പോൾ ഇതൊരു പൊട്ടറ്റോൻ്റെ ഒരു സംഭവമാണ്. പിന്നെ മറ്റേ ബജി ഇതൊക്കെ വാങ്ങിയായിരുന്നു, അതൊക്കെ കഴിച്ച്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും സന്ധ്യയായിരുന്നു. സന്ധ്യ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം തിരക്കൊക്കെ വന്നു തുടങ്ങി. തൊട്ടിലാട്ടം ഉണക്കാണ്. തൊട്ടിലാട്ടം തന്നെ 2-3 ടൈപ്പ് ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ അതേ കുറേ കടകളുണ്ട് ഇങ്ങനെ 30 രൂപ, എന്തെടുത്താലും 30 രൂപ എന്ന് പറഞ്ഞിട്ട് കുറേ. പിന്നെ ബജിയുടെ തന്നെ കുറച്ചധികം കടകളുണ്ട്. പിന്നെ ഉപ്പിലിട്ടത്, പിന്നെ അച്ചാർ ഒക്കെ കുറേ, പിന്നെ ചെരുപ്പ്, അങ്ങനെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. തൊട്ടിലാട്ടമൊക്കെ ജസ്റ്റ് ആടി തുടങ്ങിയിട്ടുള്ളൂ, ആൾക്കായി തുടങ്ങണേ ഉള്ളൂ. അപ്പം ഞങ്ങൾ കയറാൻ പോവാം കേട്ടോ. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് ഫോൺ കൊടുത്തിട്ട് കയറുമ്പോൾ പിടിച്ചോന്നും പറഞ്ഞിട്ട് അമ്മേനെ ഫോണൊക്കെ കൊടുത്ത് ഏൽപ്പിച്ച് ഇതേ കയറാൻ പോവാൻ കേട്ടോ. മിക്കപ്പോഴും കയറാറുണ്ട്. എന്നിട്ട് ഞാൻ അതിനകത്ത് കയറിയിട്ടിരുന്ന് കാറൽ തുടങ്ങും. കാറിപ്പോയി ആകെ നാശമാവും. ഇന്നും അതുവരെ തന്നെ ഞാൻ കയറിയിട്ടുണ്ട്. വലിയ ധൈര്യത്തിൽ കയറിക്കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ആടി തുടങ്ങുമ്പോൾ ഞാൻ കിടന്ന് കാറൂട്ടാ. സ്ഥിരം പരിപാടിയാണത്. അപ്പോൾ ആ തൊട്ടിൽ പൊങ്ങുമ്പോൾ നമുക്ക് കുഴപ്പമുണ്ടാവില്ല. അത് കഴിഞ്ഞ് നല്ല സ്പീഡിൽ അങ്ങോട്ട് പൊങ്ങിയിട്ട് താഴ്ത്തിട്ട് വരുമ്പോൾ ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഒരു ആന്തല് പോലെ ഉണ്ടാവും. അതാണ് ഒരു സഹിക്കാൻ പറ്റാത്ത. എല്ലാ പ്രാവശ്യം കയറി പകുതിയൊക്കെ അമേരിക്കയിൽ വരുമ്പോൾ കയറരുത് കേട്ടോ. പക്ഷെ അങ്ങനെ വിചാരിച്ചാൽ എന്താ, ഈ പ്രാവശ്യം വന്നപ്പോഴും വീണ്ടും കയറാൻ തോന്നിയിട്ട് കയറുവാണ്. അപ്പോൾ തൊട്ടിൽ ജസ്റ്റ് ആടി തുടങ്ങിയിട്ടുള്ളൂ. ആളെ കയറ്റാനനുസരിച്ചിട്ട് അവരിങ്ങനെ നിർത്തി പയ്യെ പൊക്കുവാണ്. അപ്പം നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, നിങ്ങളൊക്കെ മിക്കവരും കയറിയിട്ടുണ്ടാവും. എന്നാലും ഞാൻ ജസ്റ്റ് കയറിയപ്പോൾ ഉള്ള സംഭവങ്ങളൊന്ന് പറഞ്ഞതാണ്. ആദ്യം ഇങ്ങനെ ജസ്റ്റ് പയ്യനെ സ്പീഡിലേ പോവുള്ളൂ കേട്ടോ. അത് കുറച്ച് നേരം കഴിയുമ്പോഴാണ് സ്പീഡ് ഒരുവിധം കൂട്ടും. അപ്പോഴാണ് കിളി പാറുന്നത്. ഞാനും ഇതുമാതിരി തന്നെ വേറൊരു പെങ്കൊച്ചുണ്ടായിരുന്നു. ആ പെങ്കൊച്ചും കിടന്ന് ഭയങ്കര കൂവലായിരുന്നു. ഞങ്ങൾ രണ്ടാളുമായിരുന്നു കൂവിക്കൊണ്ടിരുന്നത്. എന്നിട്ട് ഞാൻ താഴത്തുനിന്ന് മുകളിലോട്ട് എത്തുമ്പോൾ കണ്ണടിച്ചിരിക്കും. എന്നിട്ട് തിരിച്ച് താഴത്തിറങ്ങുമ്പോൾ കണ്ണ് തുറക്കുള്ളൂ. അപ്പം എന്നെ എല്ലാവരും കളിയാക്കും, എന്തിനാ പിന്നെ കയറി കണ്ണടിച്ചിരിക്കാറില്ലേ, താഴത്തിരുന്നാൽ പോരെ എന്ന് വിചാരിച്ചിട്ട് കളിയാക്കിട്ട്. എന്നാലും ഞാൻ എനിക്കൊരു ത്രില്ലിന് വേണ്ടിയിട്ട് വീണ്ടും കയറും. ഇപ്പം നല്ല സ്പീഡിൽ കറങ്ങുന്ന സമയത്തൊക്കെ അതിനകത്തിരുന്ന് ഭയങ്കര കൂവലാಅಂತ. ഞാൻ അതിനകത്തിരുന്ന് പേടിച്ചിട്ടല്ല, ഒരു എന്തോ ഒരു ആന്തൽ അത് വരുമ്പോൾ ഞാൻ കിടന്ന് കൂവും. ഭയങ്കര കൂവലായിരുന്നു. തൊട്ടിലപ്പുറത്ത് ഇതിലിരുന്ന പിള്ളേരും ചേട്ടന്മാരൊക്കെ എന്നിട്ട് ഇറങ്ങിയിട്ട് നല്ല കളിയാക്കലായിരുന്നു. അങ്ങനെ അത് നല്ല സ്പീഡിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം പേടിയാവുമെങ്കിൽ കയറി കഴിയുമ്പോൾ നല്ല ത്രില്ലാണ് കേട്ടോ.
ഞാനേ അങ്ങനെ പേടിച്ചിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ കണ്ണൻ നല്ല ധൈര്യത്തിലായിരുന്നത്. അവൻ നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്നു, പാട്ടൊക്കെ പാടി നല്ല കൂളായിട്ടിരുന്നു വെച്ചത്. ഞങ്ങൾ അതിൽ നിന്നൊക്കെ അങ്ങനെ ഇറങ്ങിയിട്ടാണ്. ഞങ്ങൾ അതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് വഞ്ചി പൊങ്ങുന്നുണ്ട്. വഞ്ചിയിലേക്ക് ആൾക്കാർ നല്ല പൂവലുണ്ട്, നല്ല പൂവലും കാറിലൊക്കെ ആയിട്ട് അതിനകത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഇറങ്ങിയിട്ട് ഞങ്ങൾ വീണ്ടും കുറച്ച് നേരം അതൊക്കെ കണ്ടങ്ങനെ നിന്നു. പിന്നെ ഞങ്ങൾ കടകളിൽ കയറിയിട്ട് കുറച്ച് സാധനം വാങ്ങിച്ചായിരുന്നു. അതിൻ്റെ വീഡിയോ എടുത്തില്ല, മിസ്സായിപ്പോയി. പിന്നെ ഞങ്ങളത് കഴിഞ്ഞിട്ടൊരു സംഭവം വാങ്ങി കഴിച്ചായിരുന്നു. അതായത് കുറേ വെജിറ്റബിൾ, കടല, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടൊരു പാത്രത്തിലേക്ക് കൊടുക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ, സോസ് കഴിച്ചതിൻ്റെ പേര് എനിക്കറിയില്ല. ആ സംഭവം വാങ്ങി കഴിച്ചു. പിന്നെ കുറച്ച് നേരം കൂടിയൊക്കെ അവിടെ നടന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാനായിട്ട് ബൈ.